ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കടലമാവ് വെച്ചിട്ട് ഒരു സ്നാക്സ് ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യാം, ഈവനിങ് സ്നാക്സ് ആയിട്ട് യൂസ് ചെയ്യാവേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിയും ടൊമാറ്റോ, പച്ചമുളക്, മല്ലിയില അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആദ്യം കടലമാവ് ഒരു ബൗളിലോട്ട് ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഒഴിച്ച് കൊടുക്കുവാണേ. ഇപ്പം കുറച്ച് ഉപ്പ് ഒഴിക്കുക. പിന്നെ അതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ലാസ്റ്റിലിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കായപ്പൊടി ഇടുക. അതിനുശേഷം മഞ്ഞൾപ്പൊടിയല്ല ജീരകം ഇട്ട് കൊടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഗരം മസാല. അതിനുശേഷം കുറച്ച് മുളക് പൊടി. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കത് നന്നായിട്ട് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഒത്തിരി അങ്ങ് വെള്ളം ആവേണ്ട, കുറച്ച് തിക്കായിട്ട് വേണേ. ഇതൊന്ന് നന്നായിട്ട് കലക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിയും തക്കാളിക്കയും പച്ചമുളകും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങളുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കുവാണേ. നമ്മുടെ ദോശയുടെ മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനേ. നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ചുകൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ഒഴിച്ച് കൊടുത്തു. നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നത്. ഇത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നത്. നോർത്ത് ഇന്ത്യക്കാരുടെ ദോശയെന്നോ അവരുടെ വെജ് ഓംലെറ്റ് എന്നോ ഒക്കെ പറയാം കേട്ടോ. ഞാൻ ഒരു തവ ചൂടാക്കി അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇനി ബാറ്റർ ഒഴിച്ച് കൊടുക്കുവാണേ. ബാറ്റർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത്, കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് പിന്നെ അത് നമുക്ക് തിരിച്ചിട്ടും കൂടെ വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് നമുക്ക് ബ്രെഡ് ഇപ്പം നോൺ വെജ് കഴിക്കാത്ത ആൾക്കാർക്ക് ഓംലെറ്റിന് പകരം നമുക്ക് ഇതുണ്ടാക്കിയിട്ട് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ ഇത് ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും അടപ്പ് വെച്ച് അടച്ചിട്ട് വേവിക്കണേ. കുറച്ച് വേവുള്ളതാണ്. അപ്പോൾ നമ്മൾ അടച്ച് തന്നെ വേവിക്കുക. അപ്പം നമ്മുടെ ബേസൻ്റെ ചീല തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. Thank you for watching.